കഴിഞ്ഞ ദിവസം മുഗൾ സാമ്രാജ്യം തിരിച്ചുവരാനാവാത്ത വിധം തകരാൻ കാരണമായതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി വിലയിരുത്തുന്ന നാദിർഷായുടെ ഇന്ത്യൻ ആക്രമണവും ഡൽഹിയെ കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ പറയുകയുണ്ടായല്ലോ. അതായത് മുഗൾ സാമ്രാജ്യം സമ്പന്നതയിൽ നിലനിൽക്കുമ്പോൾ തന്നെ അധികാര കേന്ദ്രങ്ങളിൽ ശക്തിയില്ലാതായതും നായകൻ കഴിവില്ലാത്തവനായതും ആ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിച്ചു എന്നും ആ സമയം അതിശക്തനായ പേർഷ്യൻ ചക്രവർത്തി നാദിർഷായുടെ ആക്രമണം ആ സാമ്രാജ്യത്തിൻ്റെ ഘടനയെ പാടെ ചിതറിച്ചു എന്നും പറയാം. അതായത് പ്രധാനമായും ഒരു പേർഷ്യൻ ആക്രമണമാണ് മുഗളിനെ തകർക്കുന്നത് എന്ന രീതിയിൽ. എന്നാൽ ഈ ഒരു ചരിത്രത്തിനും നൂറ്റാണ്ടുകൾ മുന്നേ ഇവിടെ അതിശക്തനായ ബാബർ എത്തിയതും ബാബറിൻ്റെ പോരാട്ടങ്ങളിൽ മുഗൾ സാമ്രാജ്യം സൃഷ്ടിക്കപ്പെട്ടതുമൊക്കെ നമുക്ക് മുന്നിലുണ്ടല്ലോ. ബാബർക്കപ്പുറം അധികാരത്തിലെത്തിയ ഹുമയൂണിന് എന്നാൽ ഷിയ രാജാവായ പേർഷ്യൻ ചക്രവർത്തി ഷാ തമാസ്പ് എല്ലാവിധ സഹായങ്ങളും നൽകിയ ഒരു ചരിത്രവും കൂടി നമുക്ക് മുന്നിലുണ്ട്. വിശദമാക്കാം. നസറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ എന്ന നാമത്തിൽ കാബൂളിൽ ജനിച്ച ബാബറിൻ്റെ മൂത്ത മകന് ജീവിതമത്ര സുഖകരമൊന്നുമായിരുന്നില്ല എന്നതൊരു ചരിത്ര വസ്തുതയാണ്. ബാബറിനപ്പുറം അധികാരത്തിലെത്തിയ ഹുമയൂണിന് ഭരണപരമായും സൈനികപരമായും ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വരികയും ഉണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങളിലൊക്കെ വിജയിച്ചപ്പോഴും നിസ്സാര കാരണങ്ങളിൽ പിടിച്ചെടുത്ത പ്രദേശമാകെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെടുത്തിയ ചരിത്രവും ഹുമയൂണിന് സ്വന്തമാണ്. ചുരുക്കിയാൽ ബാബർ സൃഷ്ടിച്ചെടുത്ത സാമ്രാജ്യത്തെ നിലനിർത്താൻ ഹുമയൂണിന് പോരാട്ടങ്ങളിൽ നിന്ന് പോരാട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടി വന്നു. അവിടെ ഉണ്ടായിരുന്ന അതിശക്തനായ എതിരാളിയായിരുന്നു ഷേർഷാ സൂരി എന്നത്. അങ്ങനെ ഒട്ടേറെ യുദ്ധങ്ങൾക്കപ്പുറം 1540 ബാറ്റിൽ ഓഫ് കനൗജ് ഉണ്ടാവുകയും അതിൽ ഹുമയൂൺ പരാജിതനാക്കപ്പെടുകയും തൻ്റെ സാമ്രാജ്യം തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. ഷേർഷാ ആകട്ടെ ഹുമയൂണിനെ പിടികൂടാനായി പിന്തുടർന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്കും ലാഹോറിൽ നിന്ന് സിന്ധിലേക്കുമൊക്കെ ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ഹുമയൂണിൻ്റെ സഹോദരങ്ങൾ ഈ സമയം ഹുമയൂണിനെ സഹായിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പേർഷ്യയിലേക്ക് അഭയം പ്രാപിക്കേണ്ടതായി വന്നു. ഈ യാത്രയിൽ അദ്ദേഹത്തിന് മകനായ അക്ബറിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ പോലുമുണ്ടായി. ഏതായാലും സഫാവിദ് സാമ്രാജ്യത്തിൻ്റെ പേർഷ്യൻ മണ്ണിലെത്തിയ ഹുമയൂണിനെ പേർഷ്യൻ രാജാവ് രാജകീയമായി തന്നെയാണ് സ്വീകരിച്ചത്. ദുരിതം പേറിയ നീണ്ട യാത്രകൾക്കപ്പുറം ഹെറാത്ത് മേഖലയിലെത്തിയതോടെ സഫാവിദിൻ്റെ സൈനിക വ്യൂഹം തന്നെ ഹുമയൂണിൻ്റെ ചെറിയ സംഘത്തിന് അകമ്പടി സേവിച്ചു. വസ്ത്രങ്ങളും ഭക്ഷണവും നൽകി അവരെ ആദരിച്ചു. ചുരുക്കിയാൽ ഹുമയൂണിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങൾ തള്ളിക്കളഞ്ഞതുപോലെ ഷാ ചെയ്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ രാജകീയമായി സ്വീകരിക്കുകയുമുണ്ടായി. സ്വാഭാവികമായും ഇത്തരമൊരു നീക്കത്തിന് പുറകിൽ തമാസ്പിനും പല ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ. തമാസ്പിൻ്റെ സഹായങ്ങൾക്ക് 2 കാരണങ്ങൾ പൊതുവെ പറയാറുണ്ട്. ഒന്ന്, സുന്നി വിശ്വാസക്കാരായ മുഗളരെ ഷിയ വിശ്വാസത്തിലേക്ക് മതം മാറ്റുക. മറ്റൊന്ന്, ഹുമയൂണിലൂടെ കാണ്ഡഹാർ മേഖല വീണ്ടും പേർഷ്യയിലേക്ക് ചേർക്കുക. 1544 ഈ ഒരു നിർദ്ദേശത്തെ ആദ്യം ഹുമയൂൺ എതിർത്തെങ്കിലും സൈനിക സാമ്പത്തിക സഹായങ്ങൾ കൂടുതൽ ലഭിക്കാൻ ഇത്തരമൊരു നീക്കം സഹായകമാകും എന്ന തോന്നലിൽ ഹുമയൂൺ ഇതിന് സമ്മതിക്കുകയുണ്ടായി. ഇതേസമയം ഹുമയൂണിൻ്റെ സഹോദരനായ കമ്രാൻ കാണ്ഡഹാർ പേർഷ്യയ്ക്ക് വിട്ടു നൽകാമെന്നും പകരം ഹുമയൂണിനെ ജീവനോടെയോ അല്ലാതെയോ തനിക്ക് തരണമെന്നും അറിയിക്കുകയുണ്ടായി. ഇതിനെ തമാസ്പ് തള്ളിക്കളയുകയാണുണ്ടായത്. പകരം 12,000-ഓളം വരുന്ന ഒരു പടയെയും ആയുധങ്ങളെയും സാമ്പത്തിക സഹായങ്ങളും തമാസ്പ് ഹുമയൂണിനായി വിട്ടു നൽകുകയാണുണ്ടായത്. അങ്ങനെ പേർഷ്യൻ സൈന്യത്തെ ചേർത്തുകൊണ്ട് ഹുമയൂൺ വീണ്ടും കാണ്ഡഹാർ മേഖലകൾ ആക്രമിക്കുകയും അതൊക്കെ കീഴടക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ കാണ്ഡഹാർ പേർഷ്യയ്ക്ക് വിട്ടു നൽകുകയുമുണ്ടായി. തമാസ്പിൻ്റെ മകനായ മുറാദിനായിരുന്നു അതിൻ്റെ ചുമതല. എന്നാൽ മുറാദ് മരണപ്പെട്ടതോടെ മുഗളർ തന്നെ കാണ്ഡഹാർ പിടിച്ചെടുത്തു. അതോടെ മുഗളരും സഫാവിദുകളും തമ്മിൽ വീണ്ടും പോരാട്ടമൊക്കെ നടക്കുകയുണ്ടായി. എങ്കിലും കാണ്ഡഹാറിലേക്കുള്ള സഫാവിദ് ആക്രമണം വരുന്നത് ഹുമയൂണിൻ്റെ മരണശേഷം 1558 മാത്രമാണ്. 1558 ആക്രമിച്ച സഫാവിദുകൾ കാണ്ഡഹാർ തിരിച്ചു പിടിക്കുകയുമുണ്ടായി. ഏതായാലും പേർഷ്യൻ സൈന്യത്തിൻ്റെ സഹായത്തോടെ കാണ്ഡഹാറും കാബൂളുമൊക്കെ പിടിച്ചെടുത്ത ഹുമയൂണിനൊപ്പം അതോടെ സഹോദരങ്ങളുടെ കൂടെയുണ്ടായിരുന്ന മിക്ക മുഗൾ സൈനികരും തിരിച്ചു വന്നു ചേരുന്നതിനും കാരണമായി. പലകുറി ചതിച്ചിട്ടും ക്ഷമിച്ചിരുന്ന ഹുമയൂൺ ഒടുവിൽ സഹോദരങ്ങളെ ഇല്ലാതാക്കുകയും തൻ്റെ ശക്തി ഈ മേഖലയിൽ സ്ഥാപിക്കുകയുമുണ്ടായി. 1554 സുർ രാജവംശവും നായകനില്ലാതെ പരസ്പരം പോരടിച്ച സമയത്ത് ഹുമയൂൺ തൻ്റെ സൈനികരുമായി പട നയിക്കുകയും ബാറ്റിൽ ഓഫ് സിർഹിന്ദിൽ വിജയിച്ച് വീണ്ടും മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയുമുണ്ടായി. അങ്ങനെ ഹുമയൂൺ വീണ്ടും ഡൽഹിയിലെത്തുകയും ചക്രവർത്തിയായി മാറുകയുമുണ്ടായി. ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം സുന്നി ഇസ്ലാമിലേക്ക് വീണ്ടും മാറിയതായി പറയുന്നുണ്ട്. എങ്കിലും പേർഷ്യയിൽ നിന്ന് തനിക്കൊപ്പം വന്ന സൈനികരെ ഷിയ ഇസ്ലാമിൽ തുടരാൻ അനുവദിച്ചതായും പറയുന്നു.
ഏതായാലും നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ മുഗൾ സാമ്രാജ്യം തകരാൻ കാരണക്കാരനായതിൽ നിർണായകം പേർഷ്യൻ ചക്രവർത്തിയായ നാദിർ ഷായുടെ ആക്രമണമാണെങ്കിൽ അതിനു മുന്നേ നഷ്ടപ്പെട്ട മുഗൾ സിംഹാസനം തിരിച്ചുപിടിക്കാൻ ഹുമയൂണിനെ സഹായിച്ചത് മറ്റൊരു പേർഷ്യൻ ചക്രവർത്തിയായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ.